ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച ധീരജ് കൊലക്കേസ് പ്രതി നിഖിൽ പൈലി. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പൈനാവ് ഡിവിഷനിൽ വേണ്ടിവന്നാൽ മത്സരിക്കുമെന്നാണ് പ്രഖ്യാപനം. പാർട്ടി ഒറ്റുകൊടുത്തവരെ പരിഗണിക്കുകയാണെന്ന് നിഖിൽ പൈലി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മുൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് വർഗീസിനെ പരിഗണിക്കുന്നതിലാണ് പ്രതിഷേധം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് നിഖിൽ പൈലിയുടെ ഭീഷണി എന്താണ്? സ്മൃതി, UDF-ൽ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട അടിയോടടിയാണ്. പകലെന്നോ രാത്രിയൊന്നോ ഇല്ലാതെ മാരത്തൺ ചർച്ചയാണ് UDF-ൽ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിനിടയിലാണ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ധീരജ് വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഈ നിഖിൽ പൈലി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പൈനാവ് ഡിവിഷനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നതും. അതിൽ ആണ് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ ഒറ്റുകൊടുത്തവരെ സ്ഥാനാർത്ഥിയായി നിർത്തരുതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോയ് വർഗീസിനെയാണ് അവിടെ പ്രധാനമായും പരിഗണിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ വർഷം നിൽക്കുകയും തോൽക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ഇലക്ഷൻ ആകുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള ആളുകളെ കെട്ടിയിറക്കുകയാണെങ്കിൽ താൻ നേതൃത്വത്തിനെതിരെ മത്സരിക്കുമെന്നാണ് നിഖിൽ പൈലി പറയുന്നത്. സമൂഹ മാധ്യമത്തിലൂടെയാണ് നിഖിൽ പൈലിയുടെ ഭീഷണി ഉണ്ടായിരിക്കുന്നത്.